ശാലിനി, ഞാൻ തൻ്റെ അവസ്ഥ ചൂഷണം ചെയ്യാമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? തൻ്റെ പിന്നാലെ എങ്ങനെ നടക്കുന്നത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്ന്? എന്നെ താൻ അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് പോകേണ്ട കാര്യമില്ലല്ലോ. എത്ര സന്തോഷത്തോടെയാണോ ഞാനിതെല്ലാം ഉണ്ടാക്കിയത്. ഇതൊക്കെ താനൊന്ന് കഴിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. ഒരു വക അറിയാഞ്ഞിട്ടും അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ അറിവൊക്കെ വെച്ച് ഞാനിതെല്ലാം ഉണ്ടാക്കിയത്. പക്ഷേ താൻ ഇപ്പോഴും എന്നെ കാണുന്നത് ഒരു അന്യനായിട്ട് തന്നെയാ. അത് പെട്ടെന്നങ്ങനെ ശിവൻ ചോദിച്ചപ്പോ ഞാൻ ഭക്ഷണം വാരിത്തരാന്ന് പറഞ്ഞത് അത്ര വലിയ കുറ്റമാണോ? എടോ, ഒരു അന്യപുരുഷന്റെ കൈകൊണ്ട് ആഹാരം കഴിക്കുന്നു ചിന്തിക്കാതെ ഒരു നല്ല ഫ്രണ്ടിന്റെ കൈകൊണ്ട് ആഹാരം കഴിക്കുന്നു ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മനോവിഷമം തനിക്കുണ്ടാവായിരുന്നോ? അതിന്റെ അർത്ഥം എന്താ? എന്നെ ഒരു സുഹൃത്തായിട്ട് പോലും താൻ കാണുന്നില്ലെന്നല്ലേ? എടോ, ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴേ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും കൂടി ഒരൊറ്റ ഇലയില് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറ് ഒരുമിച്ചിട്ട് വാരി തിന്നും. പരസ്പരം വാരി കൊടുത്തും തിന്നിട്ടുണ്ട് ഞങ്ങള്. അതെന്താ കാര്യം? ഞങ്ങളുടെ ആരുടെ ഉള്ളില് കളങ്കമില്ലായിരുന്നു, സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലൊരകൽച്ചയും ആർക്കും തോന്നിയിട്ടുമില്ല. താൻ എന്നെ അതുപോലൊരു സുഹൃത്തായിട്ട് കണ്ടാൽ മതി. എന്നിട്ട് അല്പമെങ്കിലും ഭക്ഷണം കഴിക്കുക. കൈ വയ്യാത്തോണ്ടല്ലേ, ഒരല്പം കഴിക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവില്ലടോ. പ്ലീസ്. ഞാൻ പിന്നെ കഴിച്ചോളാം. രോഹിത, എന്താ നോക്കിയിരിക്കുന്നേ? വാ. കൊച്ചു കുഞ്ഞായിരുന്നെങ്കിൽ ബലമായിട്ട് കാലി കിടത്തി വാരി വായിലേക്ക് വെച്ച് കൊടുക്കായിരുന്നു. ഇതിപ്പോ അങ്ങനെ പറ്റില്ലല്ലോ, കളക്ടറായി പോയില്ലേ. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ചെറിയൊരു പരാതി ചെന്നാ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കിയതൊന്നും അവര് നോക്കില്ല. ഇടിച്ചു പിഴിഞ്ഞ് ദാ ഇതുപോലെ ചമ്മന്തി പരുവാക്കി കളയും. ദാ കഴിക്കേ. ആ എടോ, കഴിക്കടോ. അത് ശരി, അപ്പൊ ഇവിടെ പ്രേമനാടകം അരങ്ങേറുമായിരുന്നോ? അയ്യോ സോറി, ഞങ്ങൾ അറിയാതെ കേറിപ്പോയതാ. അല്ല, സുഖമില്ലാത്തോണ്ട് കൈകൊണ്ട് വാരി കഴിക്കാൻ പറ്റില്ല. കണ്ടല്ലോ, ഞാൻ പറയുമ്പോ നിങ്ങൾ പറയും കുഞ്ഞേച്ചിയോടുള്ള അസൂയുണ്ട് ഞാൻ പറയുന്നതാണെന്ന്. ഇപ്പൊ നേരിട്ട് പ്രേമനാടകം കണ്ടപ്പോഴേ മനസ്സങ്ങ് നിറഞ്ഞല്ലോ.